കുറെ ചോദ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിട്ട് ആ ചൗരകാരികൾ ചോദിക്കുന്ന ഒരു കൂട്ടം ചോദ്യമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണിച്ചു വരുന്നത്. അപ്പൊ അവര് പറയാണ്, ഈ കലികാലത്തിൽ ആളുകൾക്കൊന്നാമത് ഓർമ്മശക്തി വളരെ കുറയും. പ്രായം കൂടുന്തോറും ഓർമ്മശക്തി പോവാന്ന് മാത്രമല്ല, ഓർമ്മശക്തി പോകുന്ന രോഗം കൂടി വന്നിരിക്കണം. ഇപ്പം അൽഷീമിയ പറഞ്ഞിട്ട് സ്വന്തം പേര് പോലും അറിയില്ല ആളുകൾക്ക്, അങ്ങനെയും കൂടി വന്നിരിക്കണം. ഈ രണ്ടാമത് ആയുസിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല ഈ കലികാലത്തിൽ. പണ്ടൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉറപ്പാണത്ര, ജാതകത്തിൽ 100 വയസ്സെന്ന് എഴുതിച്ച 100 വയസ്സ് ഉറപ്പാണ്. ഇന്നിപ്പോ ജാതകത്തിൽ 100 വയസ്സെന്ന് എഴുതിയിരിക്കുന്ന ജ്യോത്സ്യർക്ക് പോലും 100 വയസ്സുണ്ടോ എന്ന് ഉറപ്പില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. എപ്പോഴാണ് അടിച്ചു പോകുമെന്നറിയില്ല. രണ്ടാമത്തെ കാര്യം, അന്ന് വിവാഹത്തിൽ സുമംഗലിത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ ദീർഘസുമംഗലിത്വം ഉണ്ട്. ഇന്ന് കല്യാണം കഴിച്ച നെക്സ്റ്റ് ഡേ ഡൈവേഴ്സ് ഉറപ്പുണ്ടോ ഇല്ലേ പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിലപ്പം നമ്മൾ ജീവിക്കുന്നത്. ജാതകം പോലെ ഒന്നും ആർക്കും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് കലികാലത്തിൽ അനുഭവമെങ്കിൽ ഈ കലികാലത്തിൽ എങ്ങനെയാണ് മനസ്സിന് സമാധാനം കണ്ടെത്താൻ പറ്റുക? ഭൂരീനി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശ അത സാധുത്രയസാരം സമുദ്രിത്യ മനീഷയ ബ്രൂഹിന ശ്രദ്ധദാനാനം ഏനാത്മാ സംപ്രസീതതി. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജീവിതത്തെ ധന്യമാക്കാനാണ് ചെയ്യുന്നത്. കല്യാണം കഴിച്ചു, കുട്ടികളായി, അവരെ പഠിപ്പിക്കുന്നു, അവരെ വളർത്തുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നു. പിന്നെയാണ് തിരിച്ചറിയുന്നത് ഒരു ദിവസം അവരൊക്കെ നമ്മളെ വിട്ടുപോകും, അവർ വേറെ വേറെ ജോലിയായിട്ട്, അവർ കല്യാണം കഴിച്ച് അവർക്കൊരു വ്യവസ്ഥയാവും, പിന്നെ നമ്മളൊക്കെ ഒറ്റപ്പെടും. ഇങ്ങനെ നമ്മൾ കുറെ കഴിഞ്ഞിട്ട് മനസ്സിലാവണു എപ്പോഴും മക്കളുടെയും ഭർത്താവിനെയും കൂടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പലതും ചെയ്തു. പിന്നെ സമാധാനത്തിന് വേണ്ടി പലതും കേട്ടു, ക്ഷേത്രങ്ങളിൽ പോകുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു, പലതുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇപ്പോഴും ഒരു യഥാർത്ഥമായ സമാധാനം, ഒരു സംതൃപ്തി, ഒരു ശാന്തി, സ്വസ്ഥത ഇപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് ഇതിന് മാർഗം? എങ്ങനെയാണത് അനുഭവിക്കാൻ സാധിക്കുക? അങ്ങ് പറഞ്ഞു തരൂ. സൂത മഹർഷി പറയാണ്. പിന്നീട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ച്, അദ്ദേഹം നടത്തിയ ലീലകളെക്കുറിച്ച്. അതൊക്കെ ഒന്നുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഭഗവാന്റെ ലീലകളും കഥകളും കേൾക്കുമ്പോൾ മനസ്സ് വേണ്ടാത്തതൊന്നും ചിന്തിക്കില്ല, അതിൽ തന്നെയല്ലേ നിൽക്കുള്ളൂ. പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പല പല ഭഗവത് അവതാരങ്ങളെക്കുറിച്ചും, അതും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാന്റെ തന്നെ ചൈതന്യം ഉൾക്കൊണ്ട ഭാഗവതം വേദവ്യാസ ഋഷി രചിച്ചുവെന്ന്. എവിടുന്നാണ് ഈ വേദവ്യാസ ഋഷിക്ക് ഇത് രചിക്കാൻ സാധിച്ചത്? ജന്മനാ ജീവൻ മുക്തനായിരുന്നു അത്രേ വേദവ്യാസ ഋഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി. എന്തിനാണ് അദ്ദേഹം ഭാഗവതം പഠിച്ചത്? അദ്ദേഹത്തിനൊരു ആവശ്യമില്ലല്ലോ അത് പഠിക്കേണ്ടത്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതിനുശേഷം ഈ കലികാലത്തിൽ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത്? ഭഗവത് ചൈതന്യം എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ അവരുപസംഹരിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് സൂത മഹർഷി. ഒന്നാമത്തെ അധ്യായം ചോദ്യങ്ങളുടെ അധ്യായമാണ്. രണ്ടാമത്തെ അധ്യായം ഉത്തരങ്ങളുടെ അധ്യായമാണ്. ആദ്യം തന്നെ സൂത മഹർഷി, പൗരാണികനായ സൂത മഹർഷി തന്റെ ആചാര്യന്റെ പരമാചാര്യനായ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുകയാണ്. വാസ്തവത്തിൽ ഭാഗവതം രചിച്ചത് വ്യാസരാണ്. ആദ്യം ഭാഗവതം മനസ്സിലാക്കിയത് ബ്രഹ്മാവാണെന്ന് പറയുന്നു. ഭഗവാനിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയെന്നാണ്. ബ്രഹ്മാവ് ആ ഭാഗവതത്തെ തന്റെ പുത്രൻ നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമത്തെ സ്കന്ധത്തിൽ നമുക്കത് കാണാം. നാരദര് ഈ ഭാഗവതത്തെ വ്യാസർക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. വ്യാസര് ജീവൻ മുക്തനായ തന്റെ പുത്രൻ ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്നിട്ട് വ്യാസർ എഴുതി വയ്ക്കുന്നു, താൻ മനസ്സിലാക്കിയ ഭാഗവതം, തന്റെ പുത്രന് താൻ പറഞ്ഞു കൊടുത്ത ഭാഗവതം തന്റെ പുത്രൻ പറയുന്നതായിട്ട് എഴുതി വെച്ചു മഹാത്മാവ്. നോക്കൂ, ഒരു അച്ഛൻ ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ അച്ഛൻ എന്താ എഴുതി വയ്ക്കുക? ഞാൻ എഴുതുകയാണ്, എന്റെ മകനെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തു, അവൻ ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തുവെങ്കിലും കാര്യം ഞാൻ തന്നെയാണ് എഴുതിയതും പറഞ്ഞതൊക്കെ എന്നുള്ളത്. തന്റെ പേരിനായിരിക്കും മഹത്വം കൊടുക്കുക. താൻ മനസ്സിലാക്കിയ കാര്യം അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്
തന്റെ പുത്രൻ, അത് തന്റെ പുത്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ എഴുതി വെച്ചു ഭാഗവതം എന്നാണ്. അങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കണം. നമുക്കതിലേക്ക് കിടക്കാം. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരകാതരാജുഭാവ പുത്രേരി തന്മയതയാതരവോഭിനേദോ തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി യസ്വാനുഭാവമഖിലസ്വരി സാരമേകം അധ്യാത്മദീപമതിദിക്ഷതം തമുന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. യം പ്രവ്രജന്തം, അതിമനോഹരമായ ചിത്രം പ്രിയാണ്. വ്യാസർക്ക് 4 പുത്രന്മാരാണ്. കൂടുതൽ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. കുരുവംശം അന്യം നിന്നപ്പോ അംബികയും അംബാലികയിലും പുത്രോത്പാദനം ചെയ്യാൻ സാധിക്കാതെ വിചിത്രവീരനും ചിത്രാംഗതനും മരണമടഞ്ഞപ്പോ കുരുവംശത്തിന് ഇനി കൊണ്ടു നടക്കാൻ തലമുറകളില്ലാതെ വന്നപ്പോ ആ വംശത്തിന്റെ അമ്മയായിരിക്കുന്ന മുക്കുവ കുടുംബത്തിൽ ജനിച്ച പുണ്യവതിയായ സത്യവതി ദേവി തന്റെ പുത്രന് തുല്യനായിരിക്കുന്ന ഭീഷ്മനെ സമീപിച്ചിട്ട് പറഞ്ഞു, പുത്ര, ഇനി നീ മാത്രമാണ് ഈ കുലത്തിന് ആകെ ഒരു ആശ്രയം, ശരണമുള്ളത്. അതുകൊണ്ട് വിധവകളായിരിക്കുന്ന ഈ പെൺകുട്ടികളിൽ നീ പുത്രോത്പാദനം ചെയ്താലും എന്ന് പറഞ്ഞപ്പോ ഭീഷ്മാചാര്യൻ പറയും, അമ്മയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ പിതാവിന്റെ മുമ്പിൽ 2 നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അമ്മയുടെ അച്ഛൻ അന്ന് പറഞ്ഞത് അമ്മയിലുണ്ടാവുന്ന പുത്രനായിരിക്കണം രാജ്യഭാരം ഏറ്റെടുക്കേണ്ടതെന്നാണ്. അങ്ങനെയാണല്ലോ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്, വിവാഹം കഴിക്കില്ല എന്നുള്ള, രാജ്യഭാരം ഏറ്റെടുക്കില്ല എന്ന്. വീണ്ടും അമ്മയുടെ അച്ഛൻ മറ്റൊരു കാര്യം കൂടി നിർബന്ധിപ്പിച്ചു. എന്താണത്? നീ രാജ്യഭാരം ഏറ്റെടുത്തില്ലെങ്കിലും നിന്റെ കുട്ടി ഒരുപക്ഷെ രാജ്യത്തിന്റെ അവകാശം ചോദിക്കാൻ ഇടവന്നാലോ എന്ന്. ഉടനെ ഞാൻ മറ്റൊരു പ്രതിജ്ഞ ചെയ്തു, അമ്മേ, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന പ്രതിജ്ഞ കേട്ടതുകൊണ്ടാണല്ലോ ദേവന്മാരെനിക്ക് ഭീഷ്മൻ എന്ന പേര് തന്നത്. അങ്ങനെയാണ് ദേവവ്രതം എന്ന് പറയുന്ന ഭീഷ്മനായിത്തീർന്നത് പ്രിയന്. അതുകൊണ്ട് ഒരിക്കലും അമ്മേ പുത്രോത്പാദനത്തിൽ എന്നെ പ്രേരിപ്പിക്കരുത്. ഞാൻ ഈ ജന്മം മുഴുവൻ അഖണ്ഡ ബ്രഹ്മചര്യത്തിൽ ഉറച്ച് ജീവിക്കാൻ നിശ്ചയിച്ചിരിക്കണം. എന്റെ മനസ്സിന് യാതൊരു ചഞ്ചലതയുമില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ നമസ്കരിച്ചപ്പോൾ അമ്മ കണ്ണുനീർ തൂകിയിട്ട് പറഞ്ഞു, പുത്ര, പോംവഴി എന്താണെന്നും കൂടി അമ്മയ്ക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് മറ്റൊരു പുത്രനുണ്ടല്ലോ, പരാശര മഹർഷിയിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ പുത്രനാണല്ലോ വേദവ്യാസ ഋഷി. പിന്നെ ബ്രാഹ്മണ ബീജം സ്വീകരിക്കാമെന്ന് നമ്മുടെ പൂർവികന്മാരെ സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വ്യാസരെ കൊണ്ടുവന്ന് പുത്രോത്പാദനം ചെയ്യണമെന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് വ്യാസരെ വരുത്തുകയാണ്. വ്യാസമഹർഷി വന്ന് ഉടനെ തന്നെ പറഞ്ഞു, പുത്രോത്പാദനം ഞാൻ ചെയ്യാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഈ പെൺകുട്ടികളൊക്കെ വ്രതം നോൽക്കണമെന്ന്. ഉടനെ അമ്മയായിരിക്കുന്ന സത്യവതി ദേവി പറഞ്ഞു, അതിനൊന്നും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല, പുത്രോത്പാദനം ചെയ്തോളൂ. അങ്ങനെ പുത്രോത്പാദനം ചെയ്തു എന്നാണ്. അങ്ങനെ ആ അംബികയിലും അംബാലികയിലും ഉണ്ടായ പുത്രന്മാരാണ് ധൃതരാഷ്ട്രരെന്നും പാണ്ഡുവെന്നും, പിന്നെ അവിടെയുണ്ടായിരുന്ന ദാസി സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ് വിതുരനെന്നും മഹാഭാരതം നമ്മെ കഥ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അങ്ങനെ 3 പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ്. പിന്നീട് അരണി കടഞ്ഞ് വിധിപൂർവം അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായിരുന്നാണ്. 12 വർഷം പുറത്തു വരാതെ അകത്തിരുന്നുകൊണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് ജീവിതത്തിന്റെ പരമസത്യം മനസ്സിലാക്കിയ മഹാത്മാവാണ് ശ്രീശുക ബ്രഹ്മർഷി. ജനിച്ചപ്പോൾ തന്നെ, പുറത്തു വന്നപ്പോൾ തന്നെ അവിടെ വെച്ച് നടന്നു. 12 വർഷം തന്നെ നടത്തൊക്കെ ഗർഭപാത്രത്തിൽ വെച്ച് നടന്നു. കുട്ടിക്ക് മുട്ടഴിയലോ മലർന്നു കിടക്കലോ കമിഴ്ന്നു കിടക്കലോ ഒന്നും വേണ്ടി വന്നില്ല. പുറത്തു വന്നപ്പം തന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി. നടക്കുക എന്ന് മാത്രമല്ല, പൂവിനെ അങ്ങോട്ട് എങ്ങോട്ടാവെന്നും അറിയില്ല, നടത്തം തന്നെയാ. പുറകിൽ അച്ഛൻ ഉറക്കെ വിളിച്ചു പറയോട്, പുത്ര പുത്ര നിൽക്കൂ നിൽക്കൂ, നിന്റെ അച്ഛനാ വിളിക്കുന്നത് എന്ന്. അച്ഛനോട് നന്ദി പറയാ, നിങ്ങളല്ലേ എന്റെ അച്ഛൻ, ശരി, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്തു വരില്ലായിരുന്നു. അതൊന്നും ആള് പറയാൻ തയ്യാറില്ല. ആളിറങ്ങി നടന്നു. അച്ഛനും ഇല്ല അമ്മയും ഇല്ല അയാൾക്ക് മുലപ്പാലും വേണ്ട, ഒന്നും വേണ്ട, ആള് നടക്കുകയാണ്. ആ സമയത്ത് പുറകിൽ ഓടിക്കൊണ്ട് പറഞ്ഞപ്പോ ഭാഗവതം പറയണു, പുത്രൻ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. ആ സമയത്തൊരു മിന്നൽ പിണറ് പോലെ വ്യാസമഹർഷിക്ക് മനസ്സിലായി, എന്റെ പുത്രൻ എന്ന ഭാവത്തിൽ നിന്നും ഉയർന്ന് ഞാൻ ഒരിക്കലും നശിക്കാത്ത ആത്മസത്തയാണെന്ന ബോധത്തിലേക്ക് ഉണർന്നിരിക്കുന്നു.
എല്ലാവരെയും എല്ലാവരാക്കി തീർക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ് താനെന്ന ബോധത്തിലേക്ക് തന്റെ പുത്രൻ ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് പുത്രബന്ധമൊന്നും എന്റെ പുത്രനിപ്പോ എന്നോട് പിതാവിലുള്ള ബന്ധമൊന്നും തോന്നുന്നില്ല. അങ്ങനെ എന്നിൽ ഞാനിപ്പോഴും അച്ഛനെന്ന ബോധത്തിലിരിക്കുമ്പോഴും പുത്രബോധത്തിൽ നിന്ന് പോലും ഉയർന്നു കഴിഞ്ഞ ആ പുത്രനെ ഞാൻ ഗുരുവായി കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവ് തന്നെ പുത്രനെ നമസ്കരിക്കുകയാണ്. ഒരുപക്ഷെ വ്യാസർക്ക് പുത്രൻ ഗുരുവായി കാണുകയാണ്. അങ്ങനെയുള്ള ആ ഗുരു അദ്ദേഹത്തിന് ഞാൻ ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം തന്നെ പറയും, അത് കുറച്ച് കഴിഞ്ഞ സന്ദർഭത്തിൽ വരും അത്. എന്നിട്ട് എന്തിനാണ് ഈ ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷി കേട്ടത്? ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, എന്നിട്ടും കേട്ടു എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? കരുണയാഹ പുരാണഗുഹ്യം, നമ്മളോടൊക്കെയുള്ള കാരുണ്യം കൊണ്ട് എന്നെങ്കിലും ഈ സമൂഹത്തിന് ഈ ഭാഗവതം പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പോകുന്ന തലമുറകളെ മുന്നിൽ കണ്ടുകൊണ്ട് കാരുണ്യം കൊണ്ട് മാത്രം, നമ്മളോടൊക്കെയുള്ള കാരുണ്യം കൊണ്ട് മാത്രം ഇത് പരീക്ഷിത്ത് രാജാവിനെ പ്രയോജനപ്പെടുത്താം. അങ്ങനെ പരീക്ഷിത്ത് രാജാവിലൂടെ ലോകം മുഴുവൻ പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടുകൊണ്ട് കരുണയാഹ പുരാണഗുഹ്യം, എന്തിനാണ് നമ്മളോട് കാരുണ്യം കാണിക്കുന്നത്? അതിഥിശതാം തമോന്തം, ദുഃഖത്തിന്റെ, വേദനകളുടെ, അസ്വസ്ഥതകളുടെ സാഗരത്തിൽ നിന്നും കടലുകളിൽ നിന്നും നമ്മളെ ഉയർത്തിയിട്ട് എങ്ങനെയാണ് ഉയർത്തുന്നത്? യസ്വാനുഭാവം അഖിലസ്വരസാരമേകമധ്യാത്മദീപം, ഒരു ജ്ഞാനത്തിന്റെ ദീപം നമ്മുടെ ഹൃദയത്തിൽ കൊളുത്തുവെച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നമ്മൾ ഉയർത്താനായിട്ട് നമ്മളോടൊക്കെയുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ ശ്രീശുക ബ്രഹ്മർഷി പിതാവിൽ നിന്നും ഭാഗവതത്തെ കേട്ടത് പ്രിയാണ്. അങ്ങനെയുള്ള വ്യാസസൂനം ഉപയാമി ഗുരും മുനീനം, ഞാൻ നമസ്കരിക്കുന്നു പ്രിയ. വീണ്ടും ഈ ഭാഗവതം സരസ്വതി ദേവിയെ, നാരായണ രൂപത്തെ നമസ്കരിച്ചുകൊണ്ട്, എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് സൂതൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പറഞ്ഞു ശൗനകാദി ഋഷീശ്വരന്മാരോട്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ അനുഗ്രഹീതരാണ്. കാരണം ജീവിതത്തിന്റെ ഒരു ഒഴുക്കിൽ ഒഴുകുമ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവല്ലോ. പലപ്പോഴും നമ്മൾ ഒഴുക്കിൽ തിരിഞ്ഞു നോക്കാറില്ല. പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കാറുള്ളത് ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോഴാണ്, അതും പ്രതികൂല അനുഭവങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കാത്ത വല്ലതും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഈശ്വര എന്തിനിങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് തന്നു എന്ന് തിരിഞ്ഞു നോക്കും നമ്മൾ. അതുവരെ നമ്മൾ ആ ഒഴുക്കിൽ അറിയില്ല എന്താ ജീവിതം എന്നുള്ളത്. എല്ലാവരും ജീവിക്കുന്നു. മുമ്പേഗമിച്ചേരിന ഗോതന്റെ പിമ്പേഗമിക്കും ബഹുഗോക്കളെല്ലാം, ഇങ്ങനെ ഒഴുകുന്നു ഞാനും നിങ്ങളും. ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിരിക്കണം. ഇന്ന് നിങ്ങൾക്കിങ്ങനെ ചോദ്യം വന്നിരിക്കുന്നു. ഞങ്ങൾ പലതും ചെയ്തു, പലതും കേട്ടു, പലതും അറിഞ്ഞു, പലതും അനുഭവിച്ചു, എന്നിട്ടും ജീവിതത്തിൽ ഇപ്പോഴും ആത്മാർത്ഥമായി പറഞ്ഞാൽ ഒരു സംതൃപ്തിയും സമാധാനവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ തുടർന്ന് ജീവിച്ചാലും സമാധാനവും സംതൃപ്തിയും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുക എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അത് ഭാഗ്യവാന്മാർക്കേ ചോദിക്കാൻ സാധിക്കുള്ളൂ പറയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരാണെന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ സമാധാനവും ശാന്തിയും കണ്ടെത്തണമെങ്കിൽ എന്തു വേണം? വളരെ മനോഹരമായൊരു ഉത്തരമാണ് ഇവിടെ പറയുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. 6ഉം 7ഉം തുടങ്ങിയ ശ്ലോകങ്ങൾ പറയുന്നു. സവൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരതോച്ഛജേ അഹൈതുക്യാ പ്രതിഹതാ യയാത്മാ സംപ്രസീതതി. ആത്മപ്രസന്നത കൈവരിക്കണമെങ്കിൽ, ആത്മസംതൃപ്തി കൈവരിക്കണമെങ്കിൽ, മനസമാധാനം കൈവരിക്കണമെങ്കിൽ ഭക്തി അതോക്ഷജേ, ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം എന്നർത്ഥം. ദൃഢമായ ഉറച്ച സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയുക. ഭക്തിയിലൂടെ മാത്രമേ, സ്നേഹത്തിലൂടെ മാത്രമേ, പ്രേമത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ആരിലുള്ള പ്രേമം? അധോക്ഷജേ. അധോക്ഷജൻ, അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ജ എന്ന ശബ്ദത്തിനർത്ഥം ചൈതന്യം എന്നാണ്. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ ചൈതന്യവത്താക്കുന്ന ആ ചൈതന്യത്തോട്,
ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ തേജോമയമാക്കുന്ന, നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഈശ്വര ചൈതന്യത്തോട് പ്രേമമുള്ളവരായി തീരൂ എന്ന് പറയണം. ഈശ്വരൻ ആരെന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റ് മതങ്ങളൊക്കെ ഒരു അവ്യക്തതയിലിരിക്കുമ്പോൾ, ഈശ്വരൻ സർവവ്യാപിയാണെന്ന് ഇസ്ലാം മതം പറയുമ്പോൾ, ഈശ്വരൻ സ്വർഗത്തിലാണെന്ന് ക്രിസ്തുമതം പറയുമ്പോൾ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമാണ് വളരെ വ്യക്തമായ ഉത്തരം പറയുന്നത്. ഈശ്വരൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വര സർവഭൂതാനം ഹൃദയേർജുന തിഷ്ഠതി. എങ്ങോട്ടും നോക്കേണ്ടതില്ല, അവനവനെ അവനവനാക്കി തീർക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വരൻ. ഭഗവാൻ ഭാഗവതത്തിൽ വളരെ മനോഹരമായിട്ടത് കാണിച്ചു തരും. നമുക്ക് 9ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, 9ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ കാണിച്ചു തരും. അംബരീഷ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ കഥയിലൂടെ ദുർവാസാവ് മഹർഷി തന്റെ പരമഭക്തനായ, ഭഗവാന്റെ പരമഭക്തനായ ഒരു ചക്രവർത്തിയെ പരീക്ഷിക്കുമ്പോൾ, ആ ദുർവാസാവ് മഹർഷിയുടെ നേരെ ഭഗവാന്റെ സുദർശന ചക്രം പിന്തുടർന്ന് പോകുന്ന സമയത്ത് ബ്രഹ്മാവിൽ നിന്നും കൈലാസമൂർത്തിയെ പരമശിവനിൽ നിന്നും താപശാന്തി വരാതെ വന്നപ്പോ വൈകുണ്ഠനാഥന്റെ പാതാരവിന്ദത്തിൽ ചെന്ന് വീഴുന്നൊരു സമയത്ത് ഭഗവാൻ പറയും, എനിക്കും സാധ്യമല്ല ദുർവാസാവേ. എന്താ ഭഗവാനെ? അനന്തദാസ, ഞാൻ അഹം ഭക്തപരാധീനോ ഹ്യസുരന്ദ്രൈവദ്വിജ സാധുവിർഗ്രസ്തഹൃദയം ഭക്തേ ഭക്തജനപ്രിയ. ഞാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന പരമാർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് അങ്ങയുടെ താപത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. പോയി വീഴൂ ആ മഹാത്മാവിന്റെ കാലുകളിൽ നിന്ന് പറഞ്ഞ്, ഞാൻ എവിടെ ഇരിക്കുന്നു? വൈകുണ്ഠത്തിലല്ല ഇരിക്കുന്നത്, ഞാനിരിക്കുന്ന വൈകുണ്ഠനാഥനായിട്ടില്ല, എന്റെ ഭക്തന്റെ ഹൃദയത്തിലാണെന്ന് ഭഗവാൻ അവിടെ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈശ്വരൻ എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം വളരെ സ്പഷ്ടമായിട്ട് പറയാണ്, നമ്മളെ ഓരോരുത്തരെയും നമ്മളാക്കി തീർക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വര ചൈതന്യം എന്ന്. അതുകൊണ്ട് നാളെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നാളെ രാവിലെ നമുക്ക് കാണേണ്ട ഒരു ഭാഗമാണ് കാപിലയോപാഖ്യാനം. അവിടെ ദേവഹൂതി എന്ന് പറയുന്ന 85 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് 10-14 വയസ്സുള്ള മകനായ ഭഗവാൻ കപില മഹർഷി അമ്മയോട് പറയാണ്, അമ്മേ, ഈശ്വരനെ ദിവസവും നമസ്കരിക്കണം, തൊഴണമെന്ന്. എവിടെയാണ് അമ്മയെ പോകേണ്ടത്? അമ്പലത്തിൽ പോകണോ? അതമ്മയുടെ ഇഷ്ടം, പോണോ പോണ്ടേ എന്നുള്ളത്. പക്ഷെ ഈശ്വരനെ ശരിക്കും തൊഴേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സൈതാനി ഭൂതാനി പ്രണമേൽ ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. ഈശ്വരൻ തന്നെ ജീവരൂപത്തിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നു. ഭഗവാൻ തന്നെയാണ് ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി എല്ലാ ഭൂതങ്ങളെയും നമസ്കരിക്കൂ എന്ന് പറയുന്ന ഒരു കപില ഭഗവാനെ നിങ്ങൾക്ക് നാളെ കാണാം. അപ്പൊ ക്ഷേത്രം, അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ആദ്യം തൊഴേണ്ടത് സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ്. ആരാ ഈ സഞ്ചരിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത്? ഓരോ മനുഷ്യനും ഓരോ ജീവജാലവും സഞ്ചരിക്കുന്ന ക്ഷേത്രമാണ്. അതിൽ ആ സഞ്ചരിക്കുന്ന ക്ഷേത്രത്തെ സഞ്ചരിപ്പിക്കുന്നത് ആരാണ്? ഈശ്വരന്റെ ചൈതന്യമാണെന്ന് പറയാണ്. ഇതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറയാണ്. ഈശ്വര ചൈതന്യം നമ്മൾ ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ സഞ്ചരിക്കുന്നവരല്ല, ശവങ്ങളാണ്, ശിവങ്ങളല്ല എന്ന് പറയാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ശിവമാക്കി മാറ്റുന്ന, ചൈതന്യവത്താക്കി മാറ്റുന്ന ആ ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നതെങ്കിൽ, ഈശ്വര സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കി ജീവിക്കണമെന്ന് പറയണം. ഇതൊക്കെയാണ് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പ്രചോദനം. ക്ഷേത്രത്തെ നിർവചിക്കും ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 13ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അവിടെ ഭഗവാൻ ക്ഷേത്രത്തെ നിർവചിക്കുമ്പോൾ പറയുക, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വ്യക്തിതം പ്രാഹോ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഭഗവാൻ 13ാം അധ്യായത്തിൽ പറയാണ്, ഈ ശരീരത്തെ കൗന്ദേയ ക്ഷേത്രം എന്നറിഞ്ഞാലും. വീണ്ടും ഭാഗവതത്തിൽ ഇത് വരും, ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം. തുടക്കത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങൾ കോട്ട് ചെയ്ത് ഉറപ്പിക്കുന്നത്.
അപ്പോ ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നത് ഇതാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഈശ്വരൻ എന്ന പദം എപ്പോ നാം കേൾക്കുന്നുവോ പറയുന്നുവോ അപ്പോ മനസ്സിലേക്ക് കൊണ്ടുവരണം, എന്നെ ഞാനാക്കി തീർക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. ഈശ്വരൻ അല്പം പോലും എനിക്ക് അന്യനല്ല, എന്നിൽ നിന്നും അന്യനല്ല. ആ ഈശ്വര ചൈതന്യമില്ലായിരുന്നു എങ്കിൽ ഞാൻ വെറും ശവമാണ്. ശവം ശവം ശവം, ഒരു വിലയുമില്ലാത്ത സാധനം. ഇപ്പോൾ ഞാൻ ശിവമായിരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത്, എന്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കാൻ സാധിക്കുന്നത്, എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നത്, മനസ്സുകൊണ്ട് വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്, എന്റെ നാവിലൂടെ സംസാരിക്കാൻ സാധിക്കുന്നത്, മൂക്കിലൂടെ ശ്വസിക്കാൻ സാധിക്കുന്നത്, ഇതെല്ലാം ഭഗവത് സാന്നിധ്യമുള്ളതുകൊണ്ട് മാത്രം. ഇത് 5 വയസ്സിൽ മനസ്സിലാക്കിയ ഒരു മഹാത്മാവാണ് ധ്രുവൻ എന്ന് പറയുന്ന കുട്ടി. അതുകൊണ്ട് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് ശംഖചക്ര ഗതാരൂപത്തിൽ കാണുമ്പോൾ ആ ധ്രുവൻ സ്തുതിക്കുന്ന സ്തുതിയുണ്ട്. ഭഗവാനെ നോക്കിക്കൊണ്ട് പറയും, യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വതാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഞാൻ അങ്ങേ എവിടെ കാണുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ ശംഖചക്ര ഗതാരൂപത്തിൽ എന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അങ്ങ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം, എന്നിൽ ലയിച്ചിരിക്കുന്ന ശബ്ദങ്ങളെ വാക്കുകളാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്ന ശക്തി അവിടുന്നാണ് ഭഗവാനെ. എപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഈ ശരീരത്തിലില്ലേ, പിന്നെ ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരില്ലേ ഭഗവാനെ. അങ്ങയുടെ സാന്നിധ്യം ഈ ശരീരത്തിലേക്കില്ലേ, അന്യാം സ്തഹസ്തചരണ ശ്രവണത്വഗാദിൻ, എന്റെ കൈകൾക്കോ കാലുകൾക്കോ അനങ്ങാൻ പോലും സാധ്യമല്ല. അങ്ങനെയുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അവർക്കൊക്കെ വളരെ വ്യക്തമാണ് എവിടെയാണ് ഈശ്വരൻ എന്നുള്ളത്, ഒരു കൺഫ്യൂഷൻ ഇല്ല പറയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏറെ കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. എവിടെ നോക്കിയാലും നമ്മൾ പുറത്തേക്ക് നോക്കി പരിശീലിച്ചതുകൊണ്ട് നമ്മളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു വിദ്യാലയത്തിൽ മലയാളം മീഡിയം വിദ്യാലയം, ഗവൺമെന്റ് വിദ്യാലയം. അപ്പൊ അവിടെ ഈ അധ്യാപകൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അപ്പൊ അധ്യാപകൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പൊതുവെ മലയാളം പറഞ്ഞാലേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ കാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച എന്ന് പറഞ്ഞു കൊടുക്കണം, എലിഫന്റ് എന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞു കൊടുക്കണം, റാറ്റ് എന്ന് പറഞ്ഞാൽ എലി എന്ന് പറഞ്ഞു കൊടുക്കണം, ഓരോന്നോരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ എന്ന് പറഞ്ഞു കൊടുക്കണം, ഐ എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ഓരോ വേർഡുകളും സെന്റൻസുകളും മലയാളത്തിൽ മനസ്സിലാക്കി കൊടുത്ത് കുട്ടികൾക്ക് ഇങ്ങനെ നോട്ട്സ് എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ കുട്ടി ഇങ്ങനെ നോട്ട്സ് എഴുതിയപ്പോഴെഴുതി അധ്യാപകൻ പറഞ്ഞു കൊടുത്തു മൈ ഹെഡ്. കുട്ടി എഴുതി, എന്നിട്ട് അധ്യാപകൻ പറഞ്ഞു മലയാളത്തിൽ എന്റെ തല എന്ന്. കുട്ടി എഴുതി വെച്ചു സാറിന്റെ തല എന്ന്. മൈ ഹെഡ് സാറിന്റെ തല, മൈ ഹെഡ് സാറിന്റെ തല. വീട്ടിൽ വന്നിട്ട് വായിക്കുക, കാറ്റ് പൂച്ച, റാറ്റ് എലി, മൈ ഹെഡ് സാറിന്റെ തല, മൈ ഹെഡ് സാറിന്റെ തല. അപ്പൊ അച്ഛൻ ഇത്തിരി മൂളുള്ള ആളാണ്, ഇത്തിരി ബുദ്ധിയുള്ള ആളാണ്. അച്ഛൻ പറഞ്ഞു മോനെ എന്റെ തല എന്നല്ലേ വായിക്കേണ്ടത്, നീ സാറിന്റെ തല എന്നാണോ വായിക്കേണ്ടത്? നീ എന്താ സാറിന്റെ തല എന്ന് എഴുതിയിരിക്കുന്നു, എന്റെ തല എന്ന് വായിക്കൂ എന്ന്. ഉടനെ അവൻ എഴുതി വെച്ചു സാറിന്റെ തല എന്നുള്ള വെട്ടിയിട്ട് അവിടെ എഴുതി അച്ഛന്റെ തല. മൈ ഹെഡ് അച്ഛന്റെ തല, മൈ ഹെഡ് അച്ഛന്റെ തല. ഇങ്ങനെയാണ് ഞാനും നിങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത്. എത്ര പറഞ്ഞാലും നമ്മളോട് ഈശ്വരൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നത്, ഭഗവാൻ നമ്മളെയൊക്കെ വിട്ടിരിക്കുന്നത്. ഞാൻ അത്രയൊന്നും പുണ്യാത്മാവല്ല, ഞാൻ അത്രയൊന്നും നന്മയൊന്നും ആർക്കും ചെയ്തിട്ടില്ല, ബുദ്ധിമുട്ടുകൾ ധാരാളം ചെയ്തിട്ടുമുണ്ട്, പിന്നെ ഇങ്ങനെ എന്നെ ഈശ്വരൻ അനുഗ്രഹിക്കുക. അപ്പൊ നമ്മൾ ഈശ്വരനെ അകറ്റി എത്രയോ കാലമായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഈശ്വരന്റെ അനുഗ്രഹം അറിയാൻ സാധിക്കുക. അതുകൊണ്ട് ആ ഈശ്വരന്റെ അനുഗ്രഹത്തെ എവിടെ അറിയണം? നമ്മളിൽ തന്നെ അറിയണം. ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങണമെന്ന് പറയണം. മനസ്സിലാവുണ്ടല്ലോ, കൂടുതൽ പിന്നെ മനസ്സിലാവും. പറയുന്നു അതാണ് നമ്മുടെ പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യ പ്രതിഹത യയാത്മാ സംപ്രസീദതി. ഭക്തിയിലൂടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് ഭാഗവതം നിസ്സംശയം ധൈര്യം തരികയാണ് നമുക്ക്. ഭക്തി മാത്രം മതി എന്നാണ്. അതുകൊണ്ടാണ് കലോ ഭക്തിരേവ, കലിയിൽ ഭക്തിയിൽ തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്ന പറയുന്നത്. ഏതായാലും അങ്ങനെയുള്ള ഭഗവാനെ എന്താ വിളിക്കുക? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത
ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ചെയ്തതഹൈതുകം. അങ്ങനെ ആ ഭക്തി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് 3 കാര്യങ്ങൾ വേണമെന്നാ പറയുന്നത്. ഭഗവാൻ വാസുദേവനിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ, ഈ പദങ്ങളൊക്കെ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒന്നാമത് സംസ്കൃതം പഠിച്ചിട്ടില്ല, രണ്ടാമത് ആധ്യാത്മികമായൊരു ഒരു സംസ്കാരത്തിലല്ല നമ്മൾ വളർന്നു വന്നത്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ നമ്മൾ ഇതൊന്നും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നേടിയെടുത്തിട്ടില്ല. നമ്മളെന്തോ കഥകൾ കേൾക്കണോ അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ്. അപ്പോൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള സൂക്ഷ്മാർത്ഥം പെട്ടെന്ന് പറഞ്ഞാൽ പിടികിട്ടില്ല. ഉദാഹരണത്തിന് വാസുദേവൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ സാധാരണ ഏതൊരു ഭക്തന്റെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം ഓടക്കുഴൽ പിടിച്ചുകൊണ്ട്, പീതാംബരധാരിയായിട്ട്, അതുപോലെ തന്റെ കഴുത്തിൽ ഭഗവാൻ വനമാലയും ചാർത്തിക്കൊണ്ട്, മയിൽപ്പീലി ചൂടിക്കൊണ്ട്, കാർമേഘവർണ്ണത്തിലിരിക്കുന്ന വസുദേവ പുത്രനെ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ചിത്രം നമുക്ക് എളുപ്പം കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഭാഗവതത്തിൽ വാസുദേവൻ എന്ന ശബ്ദത്തിന് അർത്ഥം പറയുന്നത് മറ്റൊരു തലത്തിലാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ 5ാമത്തെ സ്കന്ധം നമ്മൾ പഠിക്കണം. അവിടെ ഭരതരുഹൂകണ ഒരു ഉപദേശമുണ്ട്. അവിടെ പറയും, ആരാണ് വാസുദേവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ സ്കന്ധത്തിലുള്ള ശ്ലോകമാണ് ഞാൻ പറയുന്നത്. ക്ഷേത്രജ്ഞ ആത്മാ പുരുഷപുരാണോ സാക്ഷാൽ സ്വയം ജ്യോതിരജപരേശ നാരായണോ ഭഗവാൻ വാസുദേവ സമായ ആത്മന്യവതീയമാന. വീണ്ടും വാസുദേവനെ നിർവചിക്കും. നമ്മുടെ ഓരോരുത്തരാക്കി തീർക്കുന്ന, നമ്മളാക്കി തീർക്കുന്ന ആ ദേവചൈതന്യത്തെയാണ് വാസുദേവൻ എന്ന് വിളിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളാകുന്ന ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് നമ്മളെ നമ്മളാക്കി തീർക്കുന്നവര്. വിഷ്ണു സഹസ്രനാമം നിങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ ആ വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞിട്ട് വൈശംപായന വാച, വീണ്ടും അവിടെ കുറെ ഇതുണ്ട് കാര്യങ്ങൾ. ഈശ്വര വാച, പാർവതി വാച, വൈശംപായന വാച, അങ്ങോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആരാണ് വാസുദേവനെന്ന് വ്യാസമഹർഷി തന്നെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആരാണ് വാസുദേവൻ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു ശ്ലോകം വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ എഴുതി വയ്ക്കും, എന്താണ്? സർവഭൂത നിവാസോസി. അങ്ങനെ ശ്ലോകം നിങ്ങൾ കണ്ടിട്ടില്ല? എന്താണ്? വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞിട്ട്, വിഷ്ണു സഹസ്രനാമം പുസ്തകം ഉണ്ടെങ്കിൽ എടുത്തു നോക്കൂ നിങ്ങൾ. വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞിട്ട് സർവപ്രഹരണായ ഓം നമ ഇതി, അത് കഴിഞ്ഞിട്ട് വീണ്ടും വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. അങ്ങനെ ശ്ലോകം നിങ്ങളുടെ വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. അതല്ല, വാസുദേവ നമോസ്തുതേ. നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ചക്രീച്ച നന്ദകി പറഞ്ഞാൽ മതി, ഇവിടുന്ന് വായിച്ചാൽ മതി. അറിയാം, ശ്ലോകം എനിക്കറിയാം, പറഞ്ഞാൽ മതി നിങ്ങൾ. എന്താണ്? പറയൂ, അതന്നെ. സർവഭൂത നിവാസോസി. കിട്ടിയോ എല്ലാവർക്കും? എത്രാമത്തെയാണ് ശ്ലോകം വരുന്നത്? 26ാമത്തെ ശ്ലോകം. ഒന്നുകൂടി വായിക്കൂ. കേൾക്കുന്നുണ്ട് എല്ലാവരും? കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂതനിവാസോസി വാസുദേവ നമോസ്തുതേ. എവിടെയിരിക്കുന്നത്? വാസിദം ഭുവനത്രയം. ഭുവനം എന്നതിന് ഇവിടെ അർത്ഥം ലോകമെന്നാണ്. 3 ലോകങ്ങളിലും അവൻ വസിക്കുന്നു എന്നാണ്. ഇവിടെ ഏത് ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്? അന്യമായൊരു ലോകത്തെക്കുറിച്ചല്ല, നമ്മൾ ഓരോരുത്തരും 3 ലോകങ്ങളിലിരിക്കുന്നു എന്നാണ്. ഏതൊക്കെയാണത്? ഉണർന്നിരിക്കുന്ന ലോകം, സ്വപ്നലോകം, ഉറങ്ങുന്ന ലോകം. ഈ 3 ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്നവൻ വാസിദം ഭുവനത്രയം. ആരാണോ അയാൾ എവിടെ ഇരിക്കുന്നു? സർവഭൂത നിവാസോസി. സർവഭൂതങ്ങളിലും ഇരുന്നുകൊണ്ട് അവരെയൊക്കെ ജീവനുള്ളവരാക്കി, ചൈതന്യമുള്ളവരാക്കി തീർക്കുന്നവനാരോ? വാസുദേവ നമോസ്തുതേ. മനസ്സിലായോ?
അപ്പൊ അവിടെ ശംഖചക്ര ഗദാധാരിയായിരിക്കുന്ന ഒരാളെയാണോ, പീതാംബരധാരിയായിട്ട് ഓടക്കോളി ധരിച്ചിരിക്കുന്ന ഒരാളെയാണോ വാസുദേവൻ എന്ന ശബ്ദം കൊണ്ട് വ്യാസമഹർഷി സൂചിപ്പിക്കുന്നത്? അല്ല എന്ന് പറയാണ്. ആ വാസുദേവനെ എവിടെ എത്തിച്ചു? നമ്മളിൽ ഓരോരുത്തരും നമ്മളാക്കി തീർക്കുന്ന ചൈതന്യമാക്കി എത്തിച്ചില്ലേ? അങ്ങനെ ആ വാസുദേവനിൽ ഭക്തി ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ വേണമെന്നാണ്. എന്തൊക്കെയാണത്? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ഈ 3 സമ്പത്തുകൾ ഉണ്ടെങ്കിലേ ഈ പറയുന്ന അനുഭവം, അതായത് നിത്യ ആത്മസുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലേക്കാണ് ഭാഗവതം നമ്മളെ പടിപടിയായിട്ട് പിടിച്ചുയർത്തുന്നത്. ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിന് എന്ത് വേണം? ആദ്യം ഒരു ദൃഢമായ തിരിച്ചറിവ് ഉറപ്പിക്കണം. അതെന്താണിത്? കാമസ്യ ന ഇന്ദ്രിയപ്രീതിർ ജീവോ ജീവേതയാവത ജീവസ്യ തത്വജിജ്ഞാസ ന അർത്ഥോ യശ്ചേഹ കർമ്മഭി. കാമസ്യ ന ഇന്ദ്രിയപ്രീതി. നമ്മൾ ജനിച്ചു വന്നപ്പോഴേ ഒരു കണക്കുകൂട്ടൽ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. മാത്തമാറ്റിക്സ്. ജീവിതം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. എന്താണ് ആ മാത്തമാറ്റിക്സ്? നമ്മുടെ ജീവിതത്തിൽ പലതിൻ്റെയും കുറവുകളുണ്ടെന്നും പലതും നമ്മളെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്നും ഒരു കണക്കുകൂട്ടലുകൾ നമ്മളുണ്ട്. ഞാനെപ്പോഴും മൈനസ് ഉള്ളവനാണ്, കുറവുകളുള്ളവനാണ്. അപ്പൊ എന്റെ കൂടെ പ്ലസ്. ഒരു ഭർത്താവ് വേണം, ജോലി വേണം, ക്വാളിഫിക്കേഷൻ വേണം, ആ പൊസിഷൻ വേണം, സമ്പത്ത് വേണം, വലിയൊരു വീട് വേണം. ഇതൊക്കെ പ്ലസ്സാ. അതൊന്നും നമ്മൾ വരുമ്പോൾ ഉള്ളതല്ല, ഒക്കെ പ്ലസ് ചെയ്തതാ, കൂട്ടിയതാണ്. ഇത്ര സാരി വേണം, ഇത്ര ഡ്രസ്സ് വേണം, ഇത്ര പാന്റ് വേണം, ഇത്ര ആഭരണം വേണം. അതെത്ര എന്നുള്ളതിനൊന്നും ലിമിറ്റില്ല. പ്ലസ് 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 ഇങ്ങനെയാ കൂട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു ഇതിന്റെ ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ഫൈനൽ എന്ന് പറഞ്ഞാൽ വളരെ പരമസുഖം എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ കൂട്ടും തോറും പഴപ്പോഴും ഇന്നലെ പറഞ്ഞ പോലെ കണക്കുകൂട്ടലോ തെറ്റാ. ഈ പ്ലസ് ഒന്നും നമുക്ക് വേണ്ട രീതിയിലുള്ള സുഖങ്ങളല്ല തന്നിട്ടുള്ളത്. അപ്പൊ കാമത്തിന് വേണ്ടി ഇപ്പൊ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു, അവളായിട്ട് തെറ്റി, ഡൈവേഴ്സ് ചെയ്തു, പ്ലസ് വേറൊന്നും കൂടി, എന്നാ ആവട്ടെ വേറെ എത്തി, എന്നാ അവളുടെ കൂടെ സുഖം കിട്ടി, മക്കളെയൊക്കെ വളർത്തി, മക്കളൊക്കെ വളർന്നു വലുതായി, നാളെ മക്കൾ നോക്കും എന്നൊക്കെ വിചാരിക്കുമ്പോൾ മക്കളൊക്കെ ഒരു വഴിക്ക് പോയിട്ടുണ്ടാവും. എൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയും വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ വീട്ടിൽ നോക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. എന്ന് മാത്രമല്ല, വയസ്സായിട്ട് വല്ല അസുഖമായാൽ മക്കളെ വിളിച്ചാൽ മക്കൾ പറയും അയ്യോ ഒന്നിനും സമയമില്ലല്ലോ എന്ന്. ഒന്നാമത് ഇന്നത്തെ ജോലി എങ്ങനെയാണ്? ആകെ ടൈറ്റാണ്, ടെൻഷനാണ്, പ്രൈവറ്റിലാണ് അധികം പേരും വർക്ക് ചെയ്യുന്നത്. ഒന്നിനും സമയമില്ല. ഇന്നിപ്പോ ബാങ്കിലൊക്കെ നിങ്ങൾ നോക്കൂ, രാത്രി 9 മണിക്കൊക്കെ ജോലി ചെയ്യുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് കാണാം. പണ്ടൊക്കെ ആരെങ്കിലും 9 മണി അവരൊക്കെ വർക്ക് ചെയ്യൂ. ഇന്നിപ്പോ ഓരോ സ്ഥാപനത്തിൽ നോക്കുക 8 മണി 9 മണി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല. രാവിലെ പോണു 6 മണിക്ക്, വൈകുന്നേരം. പണ്ടൊക്കെ ബോംബെയിലാണ് നമ്മൾ പറഞ്ഞു കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ജീവിതം. ആളുകൾ രാവിലെ പോയാൽ വൈകുന്നേരം രാത്രി വരുള്ളൂ. പിന്നെ മക്കൾക്ക് അച്ഛനെ കാണുന്നത് ഞായറാഴ്ചയാണ്. അതിന് മക്കള് കിടന്നുറങ്ങുമ്പോഴേയാണ് വരുള്ളൂ രാത്രിയിൽ. മക്കള് രാവിലെ എണീക്കുമ്പോഴേക്കും അച്ഛൻ ഓഫീസിൽ പോയി. പിന്നെ സൺഡേ ചോദിക്കും അച്ഛനോട്, അമ്മയോട് ചോദിക്കും ഇതാരാ ഇടയ്ക്ക് ഒരാൾ ഞായറാഴ്ച വന്നു പോകുന്നത് എന്ന്. അതുപോലെ അറിയില്ല. ഇതിപ്പോ നമ്മളൊരു കാലത്ത് ബോംബെയുടെ മാത്രം ചരിത്രമായിട്ട് പറഞ്ഞിരുന്നു. ഇന്നിപ്പോ ഇവിടെ തന്നെയല്ലേ അവസ്ഥ. രാവിലെ പോണു, രാത്രിയോട് വരുന്നത്, അപ്പോഴേക്കും വീട്ടിലവരൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ജീവിതം നമ്മൾ ഇവിടെയും അനുഭവിക്കണം. ബോംബെയും ഇവിടെയായിട്ട് എന്ത് വ്യത്യാസമുണ്ട്? ഒരു വ്യത്യാസമില്ല. അതിനിടയ്ക്ക് വല്ല അസുഖമായാൽ മക്കളോട് വരാൻ പറയും അയ്യോ അമ്മേ ലീവ് എടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് വേറൊരുത്തം വരും. യാതൊരു നിവൃത്തിയില്ല, ലീവില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, നേഴ്സിനെ വെച്ചിരുന്നോളൂ എന്ന്. പണം എന്താ വെച്ചാൽ ഞാൻ കൊടുത്തോളാം എന്ന്, പ്രശ്നമില്ല. അവസാനം ഇയാൾ ഹോസ്പിറ്റലിൽ പാവം 10-60 വയസ്സായതിൻ്റെ ഇടയ്ക്ക് ഹാർട്ടും ഇല്ല, കിഡ്നിയില്ല, ചട്നിയില്ല. അങ്ങനെയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടുന്ന സമയത്ത് ഡോക്ടർ പറയാണ് നിവൃത്തിയില്ല, എങ്ങോട്ടാ പോവാന്നറിയില്ല, എല്ലാവരും കുറച്ച് ദിവസം കാത്തിരിക്കുക നല്ലതെന്ന്. മക്കളിങ്ങനെ ഇളകാൻ തുടങ്ങും. പറയൂ ഡോക്ടർ ഒന്ന് വ്യക്തമായിട്ട് എത്ര ദിവസം ലീവ് എടുക്കണം. അവിടെ ഓഫീസിലാകെ പ്രശ്നമാണ്, പല പല പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ ഉറപ്പ് പറയും ഇന്ന ദിവസം മരിക്കുന്നു. ഡോക്ടർക്ക് ഇങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പറ്റുക ഇയാൾ ഇന്ന ദിവസം മരിക്കുന്നുള്ളത്? അങ്ങനെ ഡോക്ടറോട് അവസാനം പറയും ഡോക്ടറെ നാളെ ഞാൻ പോവുകയാണ്, എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും വേഗം പറഞ്ഞാൽ മതി എന്ന്. അപ്പൊ ഡോക്ടർ പറയാൻ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിലാണ് ഇപ്പൊ കിടപ്പൊക്കെ എന്നുള്ളത്. എന്നാൽ ഡോക്ടർ ഒന്ന് തെളിച്ച് പറയും എങ്ങനെയാളുടെ അവസ്ഥ എന്ന്. അപ്പൊ ഡോക്ടർ പറയും അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പറയൂ ഡോക്ടറെ എന്ന്. ഡോക്ടർ എന്താ പറയുക, അങ്ങോട്ടായാലും ശരി ഇങ്ങോട്ടായാലും ശരി എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ട് ഞാൻ വിടുള്ളൂ എന്നാണ്. ഡോക്ടർ ഇപ്പൊ 4 ദിവസം കൂടി അവിടെ കിടന്നു കഴിഞ്ഞാൽ ആൾക്ക് വല്ലതും കിട്ടും എന്നുള്ള കാര്യത്തിലാണ് ഇരിക്കുന്നത്. വെറുതെ വിടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ലോകത്തിലെ സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത്. ആവശ്യം നേരത്തെ ആർക്കും ആരെയും കിട്ടാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക. എന്താ ചോദ്യം?
കാമസ്യ ന ഇന്ദ്രിയപ്രീതി. ഇത്രയും കാലം പലതും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ?